നമുക്കൊരു ജോലി ചെയ്യണമെങ്കിൽ ഇതാണുള്ള ടഫ് എന്ന് പറയണത്. വീട്ടിൽ നിന്ന് ജോലി ചെയ്യുന്നവർക്ക് വീട്ടിലത്തേതായിട്ടുള്ള കുറേ പണി ഉണ്ടാവും. ജോലിക്ക് ഇറങ്ങിപ്പോയവർക്ക് നല്ല സുഖമാണ് കേട്ടോ. ഓടും ഇല്ലയൊന്നും അറിയില്ല. അവക്ക് പഠിപ്പിച്ചു കൊടുക്കാണ്ട് പഠിച്ചു തരാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ടോ? അതിന് മാത്രം വിവരം എനിക്കുണ്ടോ ടീച്ചറെ? ഗുഡ് മോർണിംഗ് ഗൈസ്, വെൽക്കം ടു മൈ ന്യൂ വ്ളോഗ്. ഇന്നലത്തെ ഒരു കുഴപ്പമെന്ന് പറയണത് ഒന്നിനും സമയം കിട്ടിയിട്ടില്ല. അതായത് ജോലി ചെയ്യാനും സമയം കിട്ടിയിട്ടില്ല. കാരണം എന്താണ്, വീട്ടിലെ കുക്കിങ് കാര്യങ്ങൾ, കുട്ടികളെ കൊണ്ടാക്കൽ, വൈഫിനെ കൊണ്ടാക്കൽ, തിരിച്ചു കൊണ്ടുവരൽ എല്ലാം കൂടി കഴിഞ്ഞപ്പോൾ സമയം കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ വർക്ക് ചെയ്യാൻ. അപ്പോൾ ഇന്നത്തെ ടാർഗറ്റ് എന്ന് പറയുന്നത് മാക്സിമം ടൈം എങ്ങനെ ഉണ്ടാക്കാം, എങ്ങനെ സ്മാർട്ടായിട്ട് വർക്ക് ചെയ്യാന്നുള്ളതാണ്. നമുക്ക് ഈവനിങ്ങിൽ രാത്രി വ്ളോഗ് എൻഡ് ചെയ്യണ സമയത്ത് നമുക്ക് നോക്കാം ഇത് സക്സസ് ആവുമല്ലോ എന്നുള്ളത്. പോരണവയ്ക്ക് കുറച്ച് പരിപ്പ് വടി ഉഴുന്നുവടയൊക്കെ മേടിച്ചിട്ട് പോന്നു. നിങ്ങൾക്ക് വേണ്ടേ ഉഴുന്നുവട? ഇഷ്ടമല്ലേ? ഉപ്പേരി ഉണ്ടാക്കാൻ എന്തായാലും എനിക്ക് നേരമില്ല. ഞാൻ ഏതായാലും ഉണ്ടാക്കാൻ പോണില്ല. എനിക്ക് പണിയുണ്ട് ആവശ്യത്തിന്. ഉണ്ടാക്കാൻ നിങ്ങൾ ഉണ്ടാക്കേണ്ടി വരും. എനിക്ക് ഇന്നലെ തന്നെ ഒരു പരിപാടി നടന്നിട്ടില്ല. അപ്പൊ ഇന്ന് ഫുള്ള് ഞാൻ വർക്കിന്റെ മുകളിലേക്ക് തിരിയാൻ പോവാ. ഈ ദോശ നിങ്ങൾക്ക് ഞാൻ ഉണ്ടാക്കി തരും. അത് കഴിഞ്ഞ ശേഷം ഞാൻ പണിയിലേക്ക് തിരിയും. രാവിലെ തൊട്ട് ഇരുന്നിട്ട് ഇത്രയും വർക്ക്സുകൾ ചെയ്തിട്ട് ക്ലയൻറ്റിന് അയച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി എന്തായിരിക്കും അവസ്ഥ എന്നുള്ളത് അറിയത്തില്ല. ഇത് ജർമ്മനിക്ക് പോകാനുള്ള വർക്കാണ്. ഇതൊക്കെ റെഡി ടു ഈറ്റ് ഫുഡ്സാണ്. ക്ലയൻറ്റിന് ഏതെങ്കിലും ഒരു ഡിസൈൻ ഇഷ്ടപ്പെടുക എന്ന് പറയുന്നത് ഏറ്റവും ടഫായിട്ടുള്ള ഒരു പ്രോസസ്സാണ്. എപ്പോൾ ഇഷ്ടപ്പെടുന്നുള്ളത് ആർക്കും പറയാൻ പറ്റൂല. എന്തായാലും ഇന്ന് കൃത്യമായിട്ട് പറഞ്ഞ സമയത്തിനകത്ത് തന്നെ കസ്റ്റമർക്ക് വർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. ഇന്നലെ അയക്കേണ്ടതായിരുന്നു, ഇന്നെങ്കിലും അയച്ചു കൊടുക്കണ്ടേ. ഇനി അവർ കൺഫേം ചെയ്യണം അവർക്ക് ഇഷ്ടപ്പെട്ട ഡിസൈൻ ഏതൊക്കെയാണെന്നുള്ളത്. ഇപ്പോഴും മൈൻഡ് വെബ്സ് ചാനലിന് വേണ്ടിയിട്ടുള്ള വീഡിയോസ് കുറച്ചും കൂടി എഡിറ്റ് ചെയ്യാനുണ്ട്. അത് പെൻഡിങ് ആണ്. അതൊരു മാസത്തേക്കുള്ളത് ഇനി നമ്മൾ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്ത് വെക്കണം. ദിവസേന നമുക്ക് എഡിറ്റ് ചെയ്യാനൊന്നും ഒരിക്കലും സമയം കിട്ടില്ല. കാരണം നമ്മൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടല്ലോ. അപ്പോൾ പിന്നെ ഒറ്റ ബാച്ചായിട്ട് ഒന്നിച്ച് ചെയ്ത് അപ്ലോഡ് ചെയ്ത് വെക്കും. ടൈമിന് അത് റിലീസ് ആയിക്കോളും. പലപ്പോഴും നമ്മൾ പറയാറുണ്ട്, നമ്മുടെ കൺട്രോൾ പോയി നമ്മൾ ബിഹേവ് ചെയ്തു, ഓവറായിട്ട് നമ്മൾ റിയാക്ട് ചെയ്യാൻ പോയി എന്ന് നമ്മൾ പറയാറുണ്ട്. ഇതാണ് ഇപ്പോൾ മൈൻഡ് വേവ്സ് ചാനലിന് വേണ്ടിയിട്ട് എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോ. ഇങ്ങനെ കുറേ വീഡിയോസ് എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഉടനെ എല്ലാം കൂടി അപ്ലോഡ് ചെയ്യണം. കുറച്ച് നേരം വർക്കൗട്ട് ചെയ്യാം എന്നൊക്കെ കരുതിയിട്ട് വന്നതാണ്. അപ്പോൾ അമ്മ പറയണു പോയി അരി അരച്ചു കൊണ്ടുവരാൻ, ദോശമാവ്. ചുരുക്കി പറഞ്ഞാൽ വീട്ടിലിരിക്കാൻ നേരമില്ല എന്ന് പറയുന്നത് ഇങ്ങനെയൊക്കെയാണ്. ഇന്ന് ഉപ്പേരി കാര്യങ്ങൾ, അതായത് പൊരിയൽ കാര്യങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല. അതൊക്കെ പെൻഡിങ് ആണ്. അതിനി വൈഫ് ചെയ്തോളാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കറി മാത്രം വെച്ചാൽ മതി എന്ന് പറഞ്ഞിരുന്നു. ഇനി ഈ ഡ്രസ്സുകൾ മൊത്തം ഒന്ന് അലക്കാനിടണം. ഓടും ഇല്ലയെന്നൊന്നും അറിയില്ല. ലാസ്റ്റ് ആയിട്ട് നേരാക്കി പോകുമ്പോൾ ഓടും എന്നൊക്കെയാണ് പറഞ്ഞത്. ഓടിയ ഭാഗ്യം, ഇല്ലെങ്കിൽ നമ്മൾ കിടന്ന് ഓടേണ്ടി വരും ഇനിയിപ്പോൾ പുതിയതൊന്ന് വാങ്ങാനായിട്ട്. എന്തായാലും ആരോ ചെയ്ത പുണ്യം കൊണ്ട് ഇപ്പോൾ ഓടുന്നുണ്ട്. കഴിയുന്നവരെ ഓടിയാൽ മതിയായിരുന്നു, നടുക്ക് നിർത്താതെ. ഇതാണ് ഇവിടെ യൂസ് ചെയ്യുന്ന സാധനം, സർഫ് എക്സൽ മാറ്റിക്, അതേപോലെ കംഫർട്ട്. മാവ് അരക്കാൻ പോടേൻ്റെ അവിടെ തിരക്കുണ്ടെങ്കിൽ പിന്നെ സാധനം കഴുകും. നമുക്കൊരു ജോലി ചെയ്യണമെങ്കിൽ ഇതാണുള്ള ടഫ് എന്ന് പറയണത്. വീട്ടിൽ നിന്ന് ജോലി ചെയ്യുന്നവർക്ക് വീട്ടിലത്തേതായിട്ടുള്ള കുറേ പണി ഉണ്ടാവും. ജോലിക്ക് ഇറങ്ങിപ്പോയവർക്ക് നല്ല സുഖമാണ് കേട്ടോ. അവർക്ക് അവരുടെ ആ പണി മാത്രം എടുത്താൽ മതി. പക്ഷേ നമുക്കിതാണ് ഇഷ്ടം. വീട് കാര്യങ്ങളൊക്കെ നോക്കുക, വ്ളോഗ് ചെയ്യുക, സ്വന്തമായിട്ട് വീട്ടിൽ നിന്ന് വർക്ക് ചെയ്യുക. എല്ലാം കൂടി നോക്കുമ്പോൾ കുറച്ച് കുഴപ്പങ്ങളുണ്ടാവും, സമയത്തിൻ്റെ പ്രശ്നങ്ങളുണ്ടാവും. സഹിക്കണം, ഫേസ് ചെയ്യണം, മുന്നേറണം. വേറെ വഴിയൊന്നുമില്ല. നമ്മുടെ വീടിൻ്റെ ഔട്ടർ വ്യൂ നിങ്ങൾ അധികം കണ്ടിട്ടില്ലല്ലോ. ഈ സൈഡ് വ്യൂ ഈ കാണുന്നതാണ് കേട്ടോ നമ്മുടെ വീട്. നമ്മൾ പുതിയ വാട്ടർ ടാങ്ക് വെച്ചിരിക്കുന്നത് ഏറ്റവും മേലെ കാണാം, വൈറ്റ് കളറിൽ. ഇതാണ് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് വ്യൂ. ഫ്രണ്ടിലൊരു വീടുള്ളതുകൊണ്ട് ബാക്കിലേക്ക് പോയിട്ട് കാണിച്ചു തരാൻ പറ്റൂല. മോസ്റ്റ്ലി ഇവിടെ ഇപ്പോൾ സോളോ വ്ളോഗിങ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കാര്യമായിട്ട് സംസാരിക്കാൻ ആരുമില്ല, കുട്ടിയില്ല, വൈഫില്ല, എല്ലാവരും പോയി. ഇപ്പം ഇതേ ഇരിക്കണ അമ്മ മാത്രമേ ഉള്ളൂ. നമ്മുടെ അടുത്ത് എത്ര നേരം വർത്താനം പറയുന്ന വ്ളോഗ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇതാ വീഡിയോ എഡിറ്റിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. 2:30 മണിയായി. 3 മണിക്ക് കുട്ടീനെ വിടും. ആ സമയമാകുമ്പോഴേക്കും നമുക്ക് അവിടെ പോയിട്ട് കുട്ടീനെ പിക്ക് ചെയ്യണം, അല്ലെങ്കിൽ കുട്ടി ഒറ്റയ്ക്ക് നിൽക്കേണ്ടി വരും. ഇപ്പോൾ 2:30 മണിയാണ്. വീഡിയോ ഇതോ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സമയം നോക്കി ഇപ്പോൾ 2:30 ആയിട്ടുണ്ട്. എഡിറ്റിംഗ് ഒന്നും ആയിട്ടില്ല, നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇവിടുത്തെ തപ്പി തെരഞ്ഞെടുക്കണ്ടല്ലോ. ഇതാണ് എന്താ കണ്ണടയുടെ കൂടാ? ഇതിപ്പോ എവിടെ കിട്ടിയതാ? എന്തിന്?
വേണ്ട പറയാന്നില്ലേ? ഇതെന്തിനാ ബാബയ്ക്ക്? അതായിരിക്കണ ഒരു കണ്ണാട കൂട്. ബാബയുടെ കണ്ണട വെക്കാനാ? സ്വത്തന്റെ കണ്ണട വെക്കാൻ തന്നതാ? ആരാ തന്നേ? കുട്ടികള് തന്നോ? കുട്ടികളെന്നതാ? അപ്പൊ കുട്ടികളുടെ കണ്ണട വെക്കാനുള്ളതായിരിക്കും. അത് ബാബ എടുത്തുകൊണ്ട് വന്നാല് കഷ്ടല്ലേ? ഞാൻ അവരെ കണ്ണാടക്കാൻ തയ്യ. ഞാൻ ഇതിനെ പഠിച്ചോണ്ട് വന്ന വേണ്ട വേറെ കണ്ണട വെക്കുന്ന കുട്ടികളുണ്ടോ ക്ലാസ്സില്? അപ്പൊ അവരുടെ കണ്ണടയുടെ കൂടെ ആയിരിക്കും. ഇനി എന്ത് ചെയ്യും? അത് വേണ്ടായിരുന്നു. നാളെ വരുമ്പോ ചോദിച്ചാൽ എന്ത് ചെയ്യും? എന്തായാലും ബാഗിലിട്ട് കൊണ്ടുപോയേക്കാ. ചോദിച്ചാൽ കൊടുക്കാം, ചോദിച്ചില്ലെങ്കിൽ വേണ്ട. ഓക്കെ. ഇത്രയും ചോറൊന്നും കുട്ടിക്ക് ആവശ്യമില്ല. ഇല്ല കൊടുക്കണില്ല, പകുതിയെ കൊടുക്കുള്ളൂ. ഇത് കൂടുതലാ. ചോദിച്ചാൽ ഇത്രയും സാമ്പാർ ഇത് ചോറൊക്കെ കൂട്ടി കഴിക്കുവോ? സാമ്പാർ കൂട്ടിയിട്ട് ഫുള്ള് കഴിക്കുവോ? കുമ്പ ഫുള്ളാവില്ലേ? വലിയ ഉണ്ടയാണ് വെച്ചിരിക്കണ അമ്മ മുത്തശ്ശി കുഴച്ചിട്ട്. ഓരോരോ വികൃതി കാട്ടിക്കൊണ്ടിരിക്കും. സോക്സ് ഒക്കെ ഊരിയിട്ടിട്ട് ഷർട്ടൊക്കെ ഊരിയിട്ട് നീ പൊളിക്കണ്ടേ നമുക്ക്? എന്തൊക്കെ പണിയുണ്ട് എന്നിട്ട് നമുക്ക് വികൃതി കാണിക്കാം. വാ പിന്നെ എന്താ ഓരോ പണിയാണല്ലേ? ഓളുടെ പണി അവളുടെ പണി. ഓക്ക് അങ്ങനത്തെ ഒക്കെ പണികളല്ലേ. കുറച്ച് മരുന്ന് വാങ്ങാണ്ടായിരുന്നു, അപ്പൊ അതിനായിട്ട് വന്നതാണ്. ചോത്ത ഇതെന്താ അറിയോ? ചെത്തുമണി നൂഡിൽസ് അടി. ആ വേണ്ടേ? ഒക്കെ വേണ്ട. എന്നാ മുത്തശ്ശി കൊടുക്കും. കഴിക്കട്ടെ, മുത്തശ്ശി കഴിച്ചോട്ടെ. അവൾക്ക് താല്പര്യം. അവൾക്ക് ഇഷ്ടമല്ല അത്ര. വേണ്ട വേണ്ടല്ലോ. വേണം എന്താ ധരിക്കണോ? എടുത്ത് കഴിച്ചോളൂ. ഞങ്ങളുടെ പെൻസിൽ ഉണ്ട്. 3-4 ചെറിയ ചെറിയ പെൻസിലുകളുണ്ട്. വലിയ അതാ കൊണ്ട് കളഞ്ഞത് വലുത്. വൈഫിനെ കൂട്ടി മെഡിക്കൽ സ്റ്റോറിൽ കയറി ഫുഡും കഴിച്ച് തിരിച്ചു വന്നപ്പോഴേക്ക് 6:30 മണിയായി. ഇനി കുളിച്ചിട്ട് വേണം അടുത്ത വർക്കിന് ഇരിക്കാൻ. അങ്ങനത്തെ അവസാനത്തെ വീഡിയോയും അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞ് സേവ് ചെയ്തിട്ടുണ്ട്. ഇനി യൂട്യൂബിൽ അതാത് സമയത്ത് അതാത് ഡേറ്റിൽ അത് റിലീസ് ആയിക്കോളും. നമ്മളതിൻ്റെ പിന്നാലെ നടക്കേണ്ട കാര്യമില്ല. കുറേ ചെയ്ത് കിട്ടുന്നുണ്ട് ഇറങ്ങാനുള്ളത്. 8-10 എണ്ണം. മധുരക്കിഴങ്ങ് കഴിച്ചിരുന്നോ? രസമുണ്ടോ? വല്ലതുണ്ടോ ബാക്കി? നാനക്ക് അച്ഛൻ്റെ നാനക്ക് എന്താണ്? തക്കുടോ ഉറങ്ങണ്ടേ? അങ്ങനെ കളിച്ചു കിടന്നാൽ മതിയോ? രാത്രി ആയില്ലേ? അവക്ക് പഠിപ്പിച്ചു കൊടുക്കാണ്ട് പഠിച്ചിട്ട് വരാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ടോ? അതിന് മാത്രം വിവരം എനിക്കുണ്ടോ ടീച്ചറെ? വേണല്ലോ. LKG UKG അല്ലേ, വലിയ ക്ലാസ് അല്ലേ. അങ്ങനെ വീഡിയോസ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു. വർക്കൊക്കെ ഏകദേശം ഒരു തീരുമാനമായി. ഇപ്പോഴേക്ക് 8:48 ആയിട്ടുണ്ട് സമയം. അപ്പോൾ നമ്മൾ വിചാരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വർക്ക് കാര്യങ്ങളൊക്കെ സമയത്തിനകത്ത് നമുക്ക് തീർക്കാൻ പറ്റും. ഏകദേശം നമ്മുടെ പരിപാടികളൊക്കെ തീർത്തിട്ടുണ്ട്. ഇനി ഈ വീഡിയോ എഡിറ്റ് ചെയ്യാൻ പോവാണ്, വ്ളോഗ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത് അവിടെ എൻഡ് ചെയ്യാൻ പോവാണ്. ഇന്നത്തെ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ ആദ്യമായിട്ടാണ് വരുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വ്ളോഗിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ. വാവക്കുട്ടി ഫോൺ അടിച്ച് താഴെ ഇട്ടു. ഭാഗ്യത്തിനൊന്നും പറ്റിയിട്ടില്ല. അപ്പം ശരിക്കും ബായ്.